2026 കുംഭമാസത്തിലെ ഭരണി ഉത്സവം വടർമ്പക്കാവ് ദേവസ്വത്തിലെ വടർമ്പക്കാവ് ഭഗവതിക്ക് സമർപ്പണം ഇന്ന് ആരംഭിച്ചു. കാലത്ത് കളവച്ചാർത്ത് അവസാനിച്ചു. അമ്പലത്തിൻ്റെ ഗജരാജനായ ദുർഗാദാസിന് ദേവതിവേല പോട്ടോർദേശ കമ്മിറ്റി ആദരണം അർപ്പിച്ചു. പൂരം ആരംഭിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. 2026 പൂരത്തിൻ്റെ പ്രാധാന്യം തെറ്റാൽ ഞങ്ങൾ ഇരിക്കുന്ന പാലത്തറ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ നവീകരിച്ച് സമർപ്പണം നടത്തിയത്. തൊട്ടടുത്തുള്ള കച്ചേരിപ്പുരിയും ഞങ്ങൾ ഇക്കൊല്ലമാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദേശക്കാരുടെ നല്ല സഹകരണമുണ്ട്. 250 വർഷത്തിലധികമുള്ള ചരിത്രമുള്ളൊരു ക്ഷേത്രമാണ്. ഷാബുദ്ദീൻ രാജാവിൻ്റെയും കൊച്ചി മഹാരാജാവിൻ്റെയും സംഭാവനകൾ ക്ഷേത്രത്തിനുണ്ട്. 4 ദേശക്കാരുടെ സംഭാവനയുണ്ട്. 6000 കുടുംബങ്ങളുടെ സംഭാവനയുണ്ട്. അത്രമാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശ്രീ വടർമ്പക്കാവ് ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ 18 കാവുകളിൽ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. കുംഭവേല ആഘോഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യമായ ആഘോഷം. ദേവിക്ക് ആറാട്ട് ഉത്സവം, അത് മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിലെ പ്രതിഷ്ഠാദിനം ആറാട്ടായിട്ട് ആചരിച്ചു വരുന്നു. ആറാട്ടും വേലയും പൂരവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നടക്കുന്ന ക്ഷേത്രം വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 10-ൽ താഴെ ക്ഷേത്രങ്ങളെ ഒരു ഭഗവതിക്ക് ഈ ആറാട്ടും ഉത്സവവും നടത്തുന്നതോടൊപ്പം വേല ആഘോഷവും നടത്തുന്നുണ്ടാവുള്ളൂ. അത് വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ രേവതി, അശ്വതി, ഭരണി എന്നീ ദിവസങ്ങളിൽ വേല ആഘോഷിക്കുന്നത് 4 ദേശങ്ങൾ സംയുക്തമായി വേറെ വേറെ വേലയാണ് നടത്തുന്നതെങ്കിലും വളരെ സംയുക്ത മനോഭാവത്തോടു കൂടി മത്സരാടിസ്ഥാനത്തിലല്ലാതെ ഒരു ആരോഗ്യപരമായ രീതിയിൽ തങ്ങളുടെ പൂരം മികച്ചതാവണമെന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് വേലയാഘോഷം നടത്തി വരുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 150 ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ വിവിധ പരിപാടികളുണ്ട്. ഈ ക്ഷേത്രത്തിലെ ആവറേജ് ശരാശരി ഒരു മാസം 20 ദിവസമെങ്കിലും പരിപാടികളുണ്ട്. ഈ ക്ഷേത്രത്തിന് പ്രധാനപ്പെട്ട പരിപാടികൾ ഉത്സവമുണ്ട്, ആനയൂട്ടുണ്ട്, പ്രതിഷ്ഠാദിനമുണ്ട്, തീയാട്ടുണ്ട്. കൂടാതെ നവരാത്രി മഹോത്സവമുണ്ട്, ഓണാഘോഷ പരിപാടികളുണ്ട്. നവരാത്രിക്ക് 9 ദിവസത്തെ സാംസ്കാരിക പരിപാടികളുണ്ട്, ബൊമ്മക്കലുമുണ്ട്, ഓണത്തിന് പരിപാടികളുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉരുളി അടിയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂരാഘോഷത്തിന് 5 ദിവസത്തെ സാംസ്കാരിക പരിപാടികളുണ്ട്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ എല്ലാ വർഷവും ഭരണി ദിവസം ഗംഭീരമായിട്ട് നടത്താറുണ്ട്. നാടൻ കല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കലാകാരന്മാർക്ക് അവാർഡുകൾ നൽകാറുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹത്തായൊരു പൂരമാണ്, ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തിരൂർ, കോലഴി, മുളവന്തോ, പോട്ടൂർ ഭൂപ്രദേശവുമായി വികസിച്ച് കിടക്കുകയാണ്. ഈ തട്ടകത്തിൻ്റെ കീഴിൽ ഏകദേശം 6000 കുടുംബങ്ങളുണ്ട്. 12 ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. 12 ക്ഷേത്രങ്ങളിൽ നേരിട്ടിട്ട് ദേവസ്വത്തിന് ഭരണമില്ലെങ്കിലും 12 ക്ഷേത്രത്തിലെ ഭാരവാഹികളുമായിട്ടാണ് ഞങ്ങൾ ആഘോഷങ്ങളും ഉത്സവങ്ങളും തട്ടകത്തിലെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. 12 ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികൾ ഞങ്ങളായിട്ട് നല്ല സഹകരണമാണുള്ളത്. ക്ഷേത്രത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 2024-25 വരെയുള്ള കണക്കുകൾ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഭരണഘടനയുണ്ട്. ഞങ്ങൾക്കൊരു ആനപ്പറമ്പുണ്ട്, ഞങ്ങൾക്ക് ഓഡിറ്റോറിയമുണ്ട്, ഗജരാജനുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 10-17 സ്റ്റാഫുകളുണ്ട്. ഞങ്ങൾക്ക് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ താല്പര്യപ്പെട്ടുള്ളൂ.